കോക്രോച്ച് അഥവാ പാറ്റ, ഈ ഒരു ചിഹ്നം മാത്രം. കൊടികളോ റാലികളോ പോസ്റ്ററുകളോ ഓഫീസുകളോ കമ്മിറ്റികളോ ഒന്നുമില്ല. പക്ഷേ ഇന്ത്യയിലെ എല്ലാ ദേശീയ പാർട്ടികളെയും പ്രസ്ഥാനങ്ങളെയും പിന്നിലാക്കി ഇൻസ്റ്റഗ്രാമിൽ ഇന്ന് 19 മില്യണിലധികം ഫോളോവേഴ്സിനെ സ്വന്തമാക്കി കഴിഞ്ഞു കോക്രോച്ച് ജനതാ പാർട്ടി. BJPയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് പോലും ഇതിന്റെ പകുതി ഫോളോവേഴ്സ് ഇല്ലെന്ന് ഓർക്കണം. ഇന്റർനെറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളർന്ന ഡിജിറ്റൽ പ്രക്ഷോഭമായി വിലയിരുത്തപ്പെടുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യൻ യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചതിൽ പ്രതിഷേധിച്ച് അഭിജിത് ദീപ്കെ എന്ന യുവാവ് ആരംഭിച്ച ഈ മുന്നേറ്റം ഇന്ന് ഇന്ത്യൻ ജൻസിയുടെ ശബ്ദമായി മാറിക്കഴിഞ്ഞു. അപമാനം തന്നെ ഐഡന്റിറ്റിയാക്കി മാറ്റിയതാണ് CJPയുടെ വിജയം. പാറ്റകളെന്ന് വിളിച്ചു പരിഹസിച്ചപ്പോൾ ഞങ്ങൾ പാറ്റകൾ തന്നെയെന്ന് ഇന്ത്യയിലെ യുവാക്കൾ വിളിച്ചു പറഞ്ഞു. പാറ്റകൾ അണുബോംബ് വീണാലും ജീവിക്കും, ഇരുട്ടിലും വിഷത്തിലും മാലിന്യത്തിലും അവഗണനയിലും ജീവിക്കും. അതുപോലെയാണ് ഇന്ത്യയിലെ യുവാക്കളെന്നും ഇരുട്ടത്തല്ല പകൽ വെളിച്ചത്തിൽ ഈ പാറ്റകളെല്ലാം ഇനി ഒന്നിച്ചിറങ്ങാൻ പോവുകയാണെന്നുമുള്ള പ്രഖ്യാപനമാണ് മിനിറ്റുകൾക്കുള്ളിൽ ഡിജിറ്റൽ ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവമായി രൂപാന്തരപ്പെട്ടത്. എക്സിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്ത നടപടി മാത്രം മതി ഈ മുന്നേറ്റത്തിന്റെ ശക്തി തിരിച്ചറിയാൻ. കോടിക്കണക്കിന് പാറ്റകൾ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു ഭരണവർഗത്തിന്റെ ഉറക്കം കെടുത്തുന്ന കാഴ്ച. മീം പൊളിറ്റിക്സിന്റെ പവർ എന്താണെന്ന് ലോകം തിരിച്ചറിഞ്ഞത് ഈ ജെൻസി മുന്നേറ്റത്തിലൂടെയാണ്. ഇന്ത്യയിൽ തൊഴിൽ ഇല്ലാത്ത യുവാക്കളെയാണ് പാറ്റകളെന്ന് വിളിച്ച് അപമാനിച്ചത്. എന്നാൽ ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് യൂത്തിൽ 67% ബിരുദധാരികളാണെന്ന് ഓർക്കണം. അപ്പോൾ പ്രശ്നം യുവാക്കളുടെയോ അതോ സിസ്റ്റത്തിന്റെയോ?